ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓരോരുത്തരുടെ ഇടയും അതിനുശേഷം അവരിലേക്ക് ചാരും, ഇടയും ചാരും. ആരെ എതിർക്കുന്നോ ആത്യന്തികമായിട്ട് അവിടെ എത്തിച്ചേരും. ഇതൊരു സ്ഥായിയില്ലാത്ത സ്വഭാവം. അത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അല്ല, ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ഒരു പ്രശ്നമുണ്ടായി, ഒരു ഇഷ്യൂ ഉണ്ടായി, അതിലുള്ള എൻ്റെ അഭിപ്രായം ശരി എന്ന് ബോധ്യമുള്ളത് ഞാൻ പറയും. PC ജോർജ് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റീഷ്യനാണെന്ന് താങ്കളുടെ ചില സുഹൃത്തുക്കൾ ആരോപിക്കുന്നു. ഇൻവെർട്ടർ കോമ സുഹൃത്തുക്കൾ ആൾക്കാരെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി. ഞാൻ എന്തിനു വേണ്ടിയാണ് ഭീഷണിപ്പെടുത്തുന്നത്? എൻ്റെ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ നേട്ടത്തിനോ വേണ്ടിയാണെങ്കിൽ ഞാനത് ബ്ലാക്ക് മെയിലിങ്. അല്ലെങ്കിലോ ആ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന മാന്യന്മാർ ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഏതെങ്കിലും വ്യക്തിയോട് ഞാൻ ആരോടും ഉന്നയിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ആനുകൂല്യം പറ്റാൻ ഞാൻ ചെന്നതായി ചൂണ്ടിക്കാണിക്കട്ടെ, അപ്പോൾ പറയാം. ഈ പറയുന്ന ആൾക്കാർ മിസ്റ്റർ PC ജോർജ് താങ്കളുടെ മുന്നണിയിലുള്ള സമുന്നതരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ ടെലിവിഷനിലൂടെ പരസ്യമായി പറയുന്നു PC ജോർജ് അനുവർത്തിക്കുന്ന രാഷ്ട്രീയം ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമാണ്. ഇതറിയാവുന്നത് വേറെ ആരുമല്ല, സ്വന്തം പാർട്ടിയിലെ PJ ജോസഫിനോടും KM മാണിയോടും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, അവർ വേണൊരു ഉപന്യാസം എഴുതി തരുമെന്ന് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ പറയുന്നു. അവരുടെ സ്വഭാവം അവർ പറയും, മനസ്സിലായില്ലേ? പണ്ട് ഒരു ബ്രാഹ്മണൻ പശുവേ മോരെ എന്നൊക്കെ ഒരാളെ വിളിക്കുക. പിന്നെ ഈ ബ്രാഹ്മണനോട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ആ മനുഷ്യൻ പശുവെ മോരെ പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ് എന്ത് ഇടപാടാന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവൻ എന്നെ വിളിക്കുന്നത് പട്ടി പന്നി എന്നൊക്കെയാണ്. അവൻ ശാപ്പിടുന്ന അവൻ പറയുന്നു, ഞാൻ ശാപ്പിടുന്നത് ഞാൻ പറയും, മനസ്സിലായോ? എന്നതുപോലെ അവൻ ശാപ്പിടുന്ന അവൻ പറയുന്നു. ബ്ലാക്ക് മെയിലിംഗ് കൊണ്ട് ജീവിതം ബ്ലാക്ക് മെയിലിംഗ് ആയി ജീവിക്കുന്നവരൊക്കെ. ഈ പറയുന്ന കോൺഗ്രസ്സുകാരൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ആണോ? അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയുമോ? അതുകൊണ്ടാണ് അവരെ അങ്ങനെ ആരൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ ബ്ലാക്ക് മെയിലിംഗ്. താങ്കൾ കേൾക്കുന്നില്ലേ? ദിവസേന എന്നോണം ടെലിവിഷനിൽ പറയുന്നില്ലേ? പേഴ്സണലായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവനൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് ഞാൻ ഉത്തരവാദിത്തോട് പറയും. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നു, മനസ്സിലായില്ലേ? KM മാണിനെ എത്ര കാലം താങ്കൾ ബ്ലാക്ക് മെയിൽ ചെയ്തു? ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് മുഖത്ത് നോക്കി വർത്താനം പറഞ്ഞു, മനസ്സിലായോ? മുഖത്ത് നോക്കി വർത്താനം പറഞ്ഞു. അതല്ലാതെ ഈ ഒളിച്ച് പുറകെ കൂടുള്ള കള്ളക്കച്ചവടം. മാണി സാർ ചെയ്ത് ഏറ്റവും വലിയ തന്ത്രമാണ്. അതായത് കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്ന പട്ടീനെ വാങ്ങിയിട്ട് കോലായിൽ കെട്ടിയിട്ടു. അങ്ങനെ കെട്ടിക്കിടക്കല്ലെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ ബോധ്യമാണ്. കടി അപ്പുറത്താണ്, അയൽവക്കത്തെ വീട്ടിലെ ആൾക്കാർക്ക് കടിക്കാനുള്ള വേണ്ടാതിനൊന്നും മാണി സാർ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ കടിക്കും? ഇതാ കടി കെട്ടിയൊരുത്തിന് പരിധിക്കുന്നു. വരട്ടെ നോക്കാം. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവോ എന്ന് സംശയിപ്പിക്കുന്ന വിധത്തിലേക്ക് എന്തിനാണ് വിമർശനങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്? അതേ ചൊല്ലിയുള്ള അല്ലെങ്കിൽ അതേപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് എന്നാണ് അറിയേണ്ടത്. ഡീൻ കുര്യാക്കോസിനെ വെച്ച് കൊച്ചല്ലേ, പയ്യനല്ലേ, സ്മോൾ ഫ്രൈ. അതുകൊണ്ട് ഞാൻ മറുപടി കടുപ്പിക്കുന്നില്ല. പക്ഷെ ഡീൻ കുര്യാക്കോസ് തൊഴിൽ PT തോമസുമായിട്ടല്ലേ ബന്ധം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ PT തോമസിനെ പറഞ്ഞു തന്നാൽ അതാ പറഞ്ഞത്, തെറ്റിദ്ധരിച്ച. ഞാൻ ഈ സരിത ഇഷ്യൂ ആണല്ലോ ഇവരെ പ്രകോപിപ്പിക്കുന്നത്. സരിതയുടെ കേസ് മാന്യമായ ഒരു സമീപനമാണ് പല മാന്യന്മാരും കാണിച്ചതെന്ന് ബ്രിട്ടാസിന് അഭിപ്രായമുണ്ട്. ഞാൻ ആകെ പറഞ്ഞ എന്താ, എന്നോട് ഇവർ എന്നെ വലിയ കുറ്റക്കാരനായിട്ട് ഇവർ പറയുന്നല്ലോ. ഞാൻ പറഞ്ഞു ഷാലു മേനോനെ അറസ്റ്റ് ചെയ്യാത്ത നടപടി തെറ്റാണ്. ഞാനിപ്പോഴും ആ ഷാലില്ല. ആ സ്ത്രീയെ 302 പ്രതിയാക്കണമെന്ന് എൻ്റെ അഭിപ്രായം, മനസ്സിലായില്ലേ? ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ വെപ്പാട്ടിയെ കൊന്നു. രണ്ടാമത്തെ വെപ്പാട്ടിയെ കൊന്നിട്ടില്ല, അവരിപ്പോൾ അകത്തുണ്ട്. അത് അകത്താണെങ്കിലും സുഖജീവിതമാണല്ലോ. മൂന്നാമത്തെ വെപ്പാട്ടിയായിട്ട് ഷാലു വരുന്നത്. ആ ഷാലു ബിജുവിനെ സ്വന്തം ബിജു വാങ്ങിക്കൊടുത്ത കാറില്ലേ ഓടിച്ച് തൃശ്ശൂർ കൊണ്ടുവിടുന്നു. ഏത് 302 പ്രതിയാണ്, കൊലക്കേസ് പ്രതിയാണ്. അത് വന്നിട്ട് മൊബൈൽ ഫോണും കൊടുക്കും. ഒരാഴ്ച അയാളെ ഒളിവിൽ താമസിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത് ഷാലുവിൻ്റെ ഫോണാണ്. സ്വാഭാവികമായിട്ട് ഷാലുവിൻ്റെ ഒരു കേസ് എടുക്കണ്ടേ? ഷാലുവിന് എവിടെ നിന്നുണ്ടായി ഈ 2 കോടി രൂപ വീട്, 4 വിദേശ കാറുകൾ? PC ജോർജ്, ഇതെവിടുന്ന്? ഇതൊക്കെ താങ്കൾ ഒട്ടുമിക്കവാറും ടെലിവിഷൻ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് ഉത്തരം പറ. അല്ല, തെറ്റും അറസ്റ്റ് ചെയ്യണ്ടേ? PC ജോർജ്, തെറ്റും ശരിയൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അതിനാണല്ലോ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർ തീരുമാനിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ കടമ ചെയ്യണ്ടേ? ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ
ഷാലിമനെ വെറുതെ ഉമ്മ കൊടുത്തു വിടണമെന്നാണ് ഞാൻ പറയാൻ. ആ സ്ത്രീ അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്നുള്ള എൻ്റെ അഭിപ്രായം പറയാതിരിക്കും, ഇനിയും പറയും. അതിനുവരി ഞാൻ പറഞ്ഞപ്പോഴേ കേട്ടിരുന്നെങ്കിൽ ഇത്രമാത്രം മോശമാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോപ്പനെ അറസ്റ്റ് ചെയ്തു, ഒരു ഉദാഹരണം. എന്തിനന്ന് അറസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞാൽ ചത്തുപോകും? അവൻ ബലാത്സംഗം ചെയ്തിട്ടില്ലല്ലോ. അല്ലാതെ സംഘം ജോപ്പനെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല. ജോപ്പനെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര അങ്ങനെയാണ്. പിന്നെ ഇവനെ ശലീനായിനെ അറസ്റ്റ് ചെയ്യാത്ത എന്താ? താങ്കൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഉദാഹരണം പറഞ്ഞ ഈ സോളാർ വിഷയം സ്വാഭാവികമായിട്ട് കൈരളി പുറത്തുവിടുന്നു. അതിനുശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ, മുഹൂർത്തങ്ങൾ, അതിൽ താങ്കൾ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലെല്ലാം വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൽ ചെറിയ ആരോപണമല്ല, അതിൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടായത്. ഭരണപക്ഷിയിലെ ഒട്ടുമിക്കവാറും നേതാക്കളെ താങ്കൾ പ്രതിരോധത്തിലാക്കി. സർക്കാരിൻ്റെ സൗജന്യം പറ്റിക്കൊണ്ട്, UDF നൽകിയ ഒരു സ്ഥാനം അലങ്കരിച്ചുകൊണ്ട്, ചുമന്ന ലൈറ്റ് വെച്ചുകൊണ്ട്, പോലീസിൻ്റെ അകമ്പടി, പൈലറ്റ്, ഔദ്യോഗിക വസതി, ഈ സൗകര്യങ്ങളൊക്കെ പറ്റി താങ്കൾ ഇവരെ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ തെറ്റ്. ഞാൻ ചീഫ് വിപ്പ് എന്ന നിലയിലുള്ള ഔദ്യോഗിക സ്ഥാനം എന്ന നിലയിൽ തന്നെയാണ്. അപ്പം ഞാൻ ഈ സ്ഥാനം മേടിച്ചിരിക്കുന്നത് ഭരണകക്ഷിയിലുള്ള ആളുകളോ അല്ലെ മന്ത്രിമാരോ കാണിക്കുന്ന എല്ലാ വൃത്തികളിലും കൂട്ടു നിൽക്കാനാണെന്ന് എനിക്കങ്ങനെ തോന്നലില്ല. പിന്നെ ഇപ്പോൾ ആൾക്കാർ പറയുന്നു PC ജോർജിനെയും വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. നമ്മൾ വിചാരിച്ചതുപോലത്തെ അത്രത്തെ വലിയൊരു ഭീകര വെട്ടുപോത്തും കാട്ടുപോത്തും നല്ല PC ജോർജ്. അത്രയെങ്കിലും പറഞ്ഞോ? അതായത് ഈ കാട്ടുപോത്തിനും വേണമെങ്കിൽ കടിഞ്ഞാൺ ഇടാവുന്നതാണ്. കടിഞ്ഞാണൊന്നും ഇടാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഞാൻ ആരെങ്കിലും കടിഞ്ഞാണ് നോക്കിയിരിക്കുന്നതാണ്. എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യിക്കാമെന്ന് ആരും കരുതണ്ട. ഇപ്പോൾ PC ജോർജിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ മൂക്ക് കയറിടാൻ വേണ്ടി 2 തുള ഉടച്ചതായിട്ട് കാണാം. മൂക്ക് കയറിടാൻ വേണ്ടി 2 തുള തുളച്ചതായി കാണാം. മിക്കവാറും തുളയ്ക്കും. മിക്കവാറും വെറുതെ നോക്കുക, ഒരു തുളയും കാണില്ല. ഇല്ല, നോ നെവർ. ഒന്ന് കുത്തി 2 ഇടത്തുനിന്ന്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാണില്ല, ധൈര്യമായിട്ട്. ശരി ഏച്ചായ, നമ്മളെല്ലാം ജോർജ് ഫാമിലിയാണ്. PC ജോർജ്, ശോഭന ജോർജ്, KM ജോർജ്, പിന്നെ ജോർജ് എന്ന് പറഞ്ഞാൽ ജോർജ് ഈഡനുണ്ട്, ജോർജ് മെസ്സിയറുണ്ട്, ജോർജ് ഫെർണാണ്ടസ് ഉണ്ട്, പിന്നെ ജോർജ് ബുഷ് വരെ, അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഈ ജോർജ് ഫാമിലിയിലുള്ളവരൊക്കെ വളരെ സ്റ്റബേണാണ്, വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നവരാണ് എന്ന് നമ്മുടെ ഒരു ജന്മ സ്വഭാവമുണ്ട്. പക്ഷെ അങ്ങനെ ജന്മ സ്വഭാവമുള്ളപ്പോഴും നമ്മൾ സ്നേഹത്തിൻ്റെ പേരിൽ ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാവുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപവും നമ്മളെ പറ്റിയുണ്ട്. അതിനെപ്പറ്റി എന്താണ്? ഇപ്പോൾ അച്ചായൻ്റെ കാര്യത്തിലാണേലും പല സമയത്തും എനിക്കും അങ്ങനെ തോന്നിയിട്ടുമുണ്ട്. കോംപ്രമൈസിൻ്റെ ആളാണ്. അത് നമ്മുടെ ശോഭന പറഞ്ഞ ഒരു സത്യമുണ്ട്. ഈ ജോർജ് എന്ന പേര് ലോകത്തിൽ ഏറ്റവും നല്ല പേരതാ. അതാണല്ലോ പറഞ്ഞതിനർത്ഥം. ഒന്ന്, അത് സംശയം വേണ്ട, ജോർജ് ഏറ്റവും നല്ല പേര്. പിന്നെ വേറൊന്ന് ആ കുട്ടി പറഞ്ഞത് സ്നേഹത്തിനും സത്യമാണ്. ഇപ്പോൾ ഒരാൾ സ്നേഹമായിട്ട് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ണടച്ചങ്ങ് പോകും. പക്ഷെ ഞാൻ പറയും സ്റ്റോപ്പ്. പക്ഷെ താങ്കൾ അങ്ങനെ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി കേട്ടില്ലല്ലോ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കേൾക്കും. സ്റ്റോപ്പ് പറഞ്ഞു, മഞ്ഞ ലൈറ്റ് അടിച്ചു, ചോപ്പ് ലൈറ്റ് അടിച്ചു, പക്ഷെ ഉമ്മൻചാണ്ടിയുടെ വണ്ടി മുന്നോട്ട് പോയല്ലോ. അത് വരാൻ പോകുന്ന കാര്യം ഇപ്പം പറയണ്ടെന്ന്. അത് വരട്ടെ. എന്താ വരാൻ പോകുന്ന കാര്യം? രാഷ്ട്രീയത്തിൽ മാത്രം അങ്ങനെ പറയാറായില്ല വിട്ടാസ്. വെയിറ്റ്, നമുക്ക് ഒരു വസ്തു ഞാൻ പറയാം. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും. ഉമ്മൻചാണ്ടി ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഉപ്പ് തിന്നൂന്നല്ലേ താങ്കൾ കത്തിലെഴുതി? ഞാൻ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ ഞാനും വെള്ളം കുടിക്കും. PC ജോർജ്, താങ്കൾ കത്തിൽ സോണിയാഗാന്ധിക്ക് എഴുതിയ കത്തിലെഴുതിയത് ഉമ്മൻചാണ്ടി ഉപ്പ് തിന്നിരിക്കുന്നു. ഈ ഉപ്പ് തിന്നയാളെ വെച്ചുകൊണ്ട് നമ്മൾ പോയാൽ ഉപ്പ് വെച്ച കലം പോലെയാവും. ഇതല്ലേ എൻ്റെ മലയാള പരിഭാഷ? അത് ഞാൻ അതിനെപ്പറ്റി ഒരു വാക്ക് പറയാം. സോണിയാഗാന്ധിക്ക് ഞാൻ കത്ത് അയച്ചെന്നുള്ളത് ശരിയാണ്. ആ കത്ത് ദൈവം സാക്ഷി ഞാൻ അറിഞ്ഞുകൊണ്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പം ഞാൻ അറിയാതെ പ്രസിദ്ധീകരിക്കപ്പെട്ടൊരു കത്താണത്. ഞാൻ എഴുതിയ കത്താണ് സത്യം. പക്ഷേ ഞാൻ അറിയാതെ പ്രസിദ്ധീകരിക്കപ്പെട്ട കത്തിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ തയ്യാറില്ല.